ഷെർലക് ഹോംസ് കഥകളിലെ രജതകാന്തി എന്ന കഥയുടെ അവസാന ഭാഗം. ഇടത്തെ കൈയിൽ ചുവപ്പും കറുപ്പും കലർന്ന നിറമുള്ള ഒരു മഫ്ലർ ഉണ്ടായിരുന്നു. തലേന്ന് ഞാൻ കണ്ട അപരിചിതന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന മഫ്ലർ അതാണെന്ന് ജോലിക്കാരി പറഞ്ഞു. ദീർഘിച്ച നിദ്രയിൽ നിന്നുണർന്ന ഹണ്ടർ അത് ശരിവെച്ചു. ആ അപരിചിതൻ ജനാലക്കരികിൽ നിൽക്കെ ഇറച്ചിക്കറിയിൽ മയക്കുമരുന്ന് ചേർത്തിരിക്കുമെന്ന് അവൻ കരുതുന്നു. ആ താണനിലത്ത് സംഘടന നടന്നിരുന്നതിൻ്റെ സംശയാതീതമായ തെളിവുണ്ട്. എന്തായാലും പിന്നീട് അതിനെ കണ്ടിട്ടേയില്ല. വലിയ തുക സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാർട്ട്മൂറിലെ ജിപ്സികളിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. എങ്കിലും വിവരമൊന്നുമില്ല. അവസാനമായി ലായം സൂക്ഷിപ്പുകാരൻ പയ്യന്റെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ കറുപ്പ് പൊടി ധാരാളം ചേർത്തിരിക്കുന്നുവെന്ന് മനസ്സിലായി. അതേ ഭക്ഷണം കഴിച്ച മറ്റുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായതുമില്ല. ഇത്രയുമാണ് പൊടിപ്പും തൊങ്ങലുമില്ലാതെ കേസിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി പോലീസിന്റെ അന്വേഷണം എത്രത്തോളമായിട്ടുണ്ടെന്ന് കൂടി പറയാം. കേസന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറി വളരെ സമർത്ഥനായ ഒരു ഓഫീസറാണ്. അല്പം ഭാവനാശക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഉദ്യോഗത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തുമായിരുന്നു. സംഭവസ്ഥലം സന്ദർശിച്ച് അധികം വൈകാതെ അയാൾ കുറ്റവാളി എന്ന് തോന്നിയ ആളെ കണ്ടുപിടിച്ചു കസ്റ്റഡിയിലെടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞ കൊച്ചു വീടുകളിലൊന്നിൽ താമസിച്ചിരുന്ന അയാളെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. ഫിറ്റ്സ്റോയ് സിംസൺ എന്നാണ് അയാളുടെ പേര്. ഉന്നത കുലജാതനും വിദ്യാസമ്പന്നനുമൊക്കെയാണ്. പക്ഷേ കുതിരപ്പന്തയത്തിലുള്ള ഭ്രമം അയാളെ പാപ്പരാക്കി. ഇപ്പോഴും കുതിരപ്പന്തയം തന്നെയാണ് ഉപജീവന മാർഗം. അയാളുടെ ഡയറിയിൽ നിന്ന് അടുത്തു നടക്കുന്ന മത്സരത്തിലും 5000 പവന്റെ പന്തയം കെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അറസ്റ്റ് ചെയ്തപ്പോൾ താൻ കിങ്സ് പൈലാൻഡിലെയും മേപ്പിൾ ടണ്ണിലെയും കുതിരകളെപ്പറ്റി ചില വിവരങ്ങൾ അറിയാൻ വന്നതാണെന്ന് പറഞ്ഞു. തലേന്ന് രാത്രി ലായത്തിൽ പോയ വിവരം അയാൾ നിഷേധിച്ചില്ല. എങ്കിലും തനിക്ക് ദുരുദ്ദേശമൊന്നുമില്ലായിരുന്നെന്നും നേരിട്ട് വിവരം ശേഖരിക്കാൻ പോയതാണെന്നും പറഞ്ഞു. അയാളുടെ മഫ്ലറിന്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ വിളറിപ്പോയി. അതെങ്ങനെ കൊല്ലപ്പെട്ടയാളിന്റെ കയ്യിൽ വന്നുവെന്ന ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമില്ല. തലേന്ന് രാത്രി മഴയത്ത് പുറത്തിറങ്ങിയിരുന്നുവെന്നതിന് അയാളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഈയക്കട്ട കൊണ്ട് ഭാരം കൂട്ടിയ അയാളുടെ പൈനാങ് ചൂരൽ കൊണ്ടുള്ള ശക്തിയായ അടി ശിക്ഷകന്റെ തലയിൽ കണ്ടതുപോലുള്ള മുറിവുകൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ഇതൊക്കെയാണെങ്കിലും അയാളുടെ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലായിരുന്നു. സ്ട്രെക്കറുടെ കത്തിയിൽ നിന്നും അയാളെ ആക്രമിച്ചവരിൽ ഒരാൾക്കെങ്കിലും ഒരു മുറിവെങ്കിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വാട്സൺ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് വസ്തുതകൾ. ഇതിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഹോംസ് സ്വതസിദ്ധമായ ശൈലിയിൽ സുവ്യക്തമായി മുൻപിൽ വച്ച കാര്യങ്ങൾ ഞാൻ അതീവ ശ്രദ്ധയോടെ കേട്ടു. ഇതിൽ മിക്കവാറും എല്ലാം തന്നെ ഞാൻ കേട്ടറിഞ്ഞതായിരുന്നുവെങ്കിലും അവയുടെ പരസ്പര ബന്ധവും പ്രാധാന്യവും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. തലച്ചോറിനേറ്റ മുറിവിന്റെ ഫലമായി മരണപ്പിടച്ചിലിനിടയിൽ സ്ട്രെക്കറുടെ സ്വന്തം കത്തികൊണ്ട് തന്നെ അയാളുടെ തുടയിൽ മുറിവേറ്റതായി കൂടെ? ഞാൻ ചോദിച്ചു. ആകാം, ഹോംസ് പറഞ്ഞു. അത് സംഭവ്യമാണ്. അങ്ങനെയാകുമ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടയാൾക്ക് അനുകൂലമായുള്ള ഒരേ ഒരു വാദമുഖവും ദുർബലമായി തീരും. പോലീസിന്റെ സിദ്ധാന്തം എന്താണാവോ? ഞാൻ ചോദിച്ചു. നാം എന്ത് സിദ്ധാന്തം മുന്നോട്ട് വെച്ചാലും അതിനൊക്കെ പ്രബലമായ എതിർവാദങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പോലീസ് കരുതുന്നത് ഇപ്രകാരമാണെന്ന് തോന്നുന്നു. ഫിറ്റ്സ്റോയ് സിംസൺ പയ്യനെ മരുന്ന് കൊടുത്ത് മയക്കിയിട്ട് കള്ളത്താക്കോൽ ഉപയോഗിച്ച് ലായത്തിന്റെ കതക് തുറന്ന് കുതിരയെ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ കടി ഞാൻ കാണുന്നില്ല. അപ്പോൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഉദ്ദേശം. ചതുപ്പ് നിലത്തിലൂടെ കുതിരയെ കൊണ്ടുപോകുമ്പോൾ ശിക്ഷകൻ അയാളെ കണ്ടു. അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. സിംസൺ വടികൊണ്ടടിച്ച് സ്ട്രൈക്കറുടെ തല പൊട്ടിച്ചു. സ്ട്രൈക്കറുടെ കയ്യിൽ ചെറിയ കത്തിയുണ്ടായിരുന്നെങ്കിലും സിംസണ് മുറിവൊന്നും പറ്റിയില്ല. കള്ളൻ കുതിരയെ ഏതോ രഹസ്യ സ്ഥാനത്ത് ഒളിപ്പിച്ച് പാർപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ഏറ്റുമുട്ടലിനിടയിൽ അത് ഓടിപ്പോയി ചതുപ്പ് നിലത്തിൽ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരിക്കും. ഇതാണ് പോലീസിന്റെ വിശദീകരണം. ഇതത്ര അസംഭവ്യമാണെന്ന് വരികിലും മറ്റെല്ലാ വിശദീകരണങ്ങളും ഇതിനേക്കാൾ അസംഭവ്യമാണെന്നോർക്കണം. ഏതായാലും നാം സംഭവസ്ഥലത്തെത്തിയാലുടൻ ഞാൻ അന്വേഷണം തുടങ്ങും. അതുവരെ കൂടുതൽ അറിയാനുള്ള മാർഗമൊന്നും കാണുന്നില്ല.
തവിസ്റ്റോക്ക് എന്ന ചെറിയ പട്ടണത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ സമയം സായംകാലമായി. ഒരു പരിചയുടെ പിടി പോലെ വിശാലമായ ചതുപ്പ് പ്രദേശത്തിൻ്റെ മധ്യത്തിൽ അത് ഉയർന്നു നിന്നു. സ്റ്റേഷനിൽ 2 മാന്യന്മാർ ഞങ്ങളെ പ്രതീക്ഷിച്ചു നിന്നിരുന്നു. ഒരാൾ ഉയരം കൂടി, സിംഹത്തെപ്പോലെ മുടിയും താടിയും തുളച്ചു കയറുന്ന നീല കണ്ണുകളുമുള്ള സുന്ദരൻ. അപരൻ ചൊടിയും ചുറുചുറുക്കുമുള്ള കുറിയ മനുഷ്യൻ. കോട്ടും മുട്ടുവരെയുള്ള ഷൂസും കൃതാവും ഒറ്റക്കണ്ണടയുമായി നിന്ന അയാൾ പ്രസിദ്ധ സ്പോർട്സ്മാനായ കേണൽ റോസ് ആയിരുന്നു. ആദ്യത്തെയാളാണ് ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് സർവീസിൽ പേരെടുത്തു വരുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറി. മിസ്റ്റർ ഹോംസ്, താങ്കൾ എത്തിയതിൽ സന്തോഷമുണ്ട്, കേണൽ പറഞ്ഞു. ഈ നിൽക്കുന്ന ഇൻസ്പെക്ടർ തന്നാൽ കഴിവുള്ളതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും പാപം സ്ട്രെക്കറുടെ വധത്തിന് പകരം വീട്ടാനും എൻ്റെ കുതിരയെ കണ്ടുകിട്ടുന്നതിനു വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പുതിയ വാർത്തകൾ വല്ലതുമുണ്ടോ? ഹോംസ് ചോദിച്ചു. പറയത്തക്ക പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല, ഇൻസ്പെക്ടർ ദുഃഖസ്വരത്തിൽ പറഞ്ഞു. പുറത്ത് വണ്ടി നിൽപ്പുണ്ട്. ഇരുട്ടാവുന്നതിന് മുമ്പ് താങ്കൾക്കും സംഭവസ്ഥലം കാണേണ്ടേ? വണ്ടിയിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. ഡെവൺഷെയറിലെ പഴയ വിലക്ഷണമായ തെരുവിലൂടെ ഞങ്ങൾ 4 പേർ തുറന്ന വണ്ടിയിൽ സഞ്ചരിച്ചു. ഇൻസ്പെക്ടർ ഗ്രിഗറി കേസിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. ഹോംസ് മൂളിക്കേൾക്കുക മാത്രം ചെയ്തു. കേണൽ റോസ് കൈകൾ മാറിക്കെട്ടി കണ്ണിന് മുകളിൽ തൊപ്പി ചരിച്ചു വെച്ച് ചാരിയിരുന്നു. 2 ഡിറ്റക്റ്റീവുകളുടെയും സംഭാഷണം ഞാൻ ശ്രദ്ധിച്ചു. ഹോംസ് തീവണ്ടിയിൽ വെച്ച് പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു ഗ്രിഗറിക്ക് കേസിനെക്കുറിച്ചുണ്ടായ അഭിപ്രായം. ഫിറ്റ്സ്റോയ് സിംസൺ തന്നെയാണ് നമ്മുടെ പുള്ളി. അയാളെ കെണിയിലാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്. അതേസമയം അയാളുടെ പേരിൽ സാഹചര്യ തെളിവുകൾ മാത്രമേയുള്ളൂ എന്ന് ഞാൻ സമ്മതിക്കുന്നു. പുതിയ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ അവ ദുർബലമാവുകയും ചെയ്യും. സ്ട്രെക്കറുടെ കത്തിയെക്കുറിച്ച് എന്ത് പറയുന്നു? ഹോംസ് ചോദിച്ചു. വീഴ്ചയിൽ സ്വയം മുറിവേറ്റതാണെന്നാണ് ഞങ്ങളുടെ നിഗമനം. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് വഴി എൻ്റെ സുഹൃത്ത് ഡോക്ടർ വാട്സണും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് സിംസണെതിരായുള്ള തെളിവ് തന്നെയല്ലേ? ഹോംസ് ചോദിച്ചു. സംശയമില്ല. അയാളുടെ പക്കൽ കത്തിയോ മുറിവിൻ്റെ പാടോ ഇല്ല. അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുമുണ്ട്. പന്തയ കുതിരയുടെ തിരോധാനത്തിൽ അയാൾ തൽപരനാണ്. കാവൽക്കാരന് വിഷം കൊടുത്തത് അയാളാണെന്നും അനുമാനിക്കാം. മഴയത്ത് രാത്രി അയാൾ പുറത്തിറങ്ങിയിരുന്നു. കയ്യിൽ ഘനമുള്ള വടിയുണ്ടായിരുന്നു. അയാളുടെ മഫ്ലെയർ കൊല്ലപ്പെട്ടയാളിന്റെ കയ്യിൽ കാണപ്പെടുകയും ചെയ്തു. കോടതിയുടെ മുമ്പിൽ ഇത്രയും പോരെ? ഹോംസ് തലയാട്ടി. സമർത്ഥനായ ഒരു വക്കീൽ ഇതെല്ലാം പിച്ചു ചീന്തിക്കളയും. അയാൾക്ക് കുതിരയെ ലായത്തിന് പുറത്തു കൊണ്ടുപോകേണ്ട ആവശ്യമെന്ത്? മുറിവേൽപ്പിക്കാനാണെങ്കിൽ അതിനകത്ത് വെച്ച് തന്നെ ആയിക്കൂടെ? കള്ളത്താക്കോൽ അയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തോ? ഏത് കടയിൽ നിന്നാണ് കറുപ്പ് വാങ്ങിയത്? ഇതിനെല്ലാം പുറമെ തനിക്ക് പരിചയമില്ലാത്ത ഈ നാട്ടിൽ ഒരു കുതിരയെ, രജതകാന്തിയെ പോലെ ഒന്നിനെ എവിടെ അയാൾ ഒളിച്ചു വെക്കും? കാവൽക്കാരന് കൊടുക്കാനായി ജോലിക്കാരിയെ ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച കടലാസ് എന്താണെന്നാണ് അയാൾ പറഞ്ഞത്? 10 പവന്റെ ഒരു നോട്ടാണെന്ന് പറയുന്നു. അയാളുടെ പേഴ്സിൽ അത്തരമൊരു നോട്ടുണ്ടായിരുന്നു. താങ്കളുടെ മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വലിയ പ്രയാസമില്ല. അയാൾക്ക് ഈ സ്ഥലം അപരിചിതമല്ല. ഈ വേനൽക്കാലത്ത് 2 പ്രാവശ്യം അയാൾ തവിസ്റ്റോക്കിൽ താമസിച്ചിട്ടുണ്ട്. കറുപ്പ് ലണ്ടനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാകാം. ഉപയോഗം കഴിഞ്ഞ കള്ളത്താക്കോൽ ദൂരെ കളഞ്ഞിരിക്കും. കുതിരയെ ചതുപ്പ് നിലത്തിലെ പഴയ ഖനികളിലൊന്നിലോ ഏതെങ്കിലും കുഴിയിലോ തള്ളിയിട്ടിരിക്കും. മഫ്ലെയറിനെ പറ്റി അയാൾ എന്തു പറയുന്നു? അതു തൻ്റേതാണെന്ന് സമ്മതിക്കുന്നു. കളഞ്ഞു പോയതാണത്രേ. ലായത്തിൽ നിന്ന് കുതിരയെ എങ്ങനെ കൊണ്ടുപോയി എന്നതിനെപ്പറ്റി ഒരു പുതിയ സൂചന കിട്ടിയിട്ടുണ്ട്. ഹോംസ് ചെവി കൂർപ്പിച്ചു. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും 1 മൈലിനുള്ളിൽ ഒരിടത്ത് തിങ്കളാഴ്ച രാത്രി ഒരു പറ്റം ജിപ്സികൾ താവളമടിച്ചിരുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച അവർ പൊയ്ക്കളഞ്ഞു. സിംസണും അവരും തമ്മിലുള്ള രഹസ്യധാരണയനുസരിച്ച് അയാൾ കുതിരയെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയതായി കൂടെ. ഇപ്പോൾ കുതിര അവരുടെ പക്കൽ കാണുകയില്ലേ? നിശ്ചയമായും അതിനു സാധ്യതയുണ്ട്, ഹോംസ് പറഞ്ഞു. ചതുപ്പ് നിലമാകെ ജിപ്സികളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തവിസ്റ്റോക്കിന് 10 മൈൽ ചുറ്റളവിലുള്ള എല്ലാ ലായവും തൊഴുത്തും ഞാൻ പരിശോധിച്ചു. തൊട്ടയടുത്ത് പന്തയ കുതിരകളെ പാർപ്പിച്ചിട്ടുള്ള മറ്റൊരു ലായമുണ്ടെന്ന് കേട്ടല്ലോ? ഹോംസ് ചോദിച്ചു. ഉണ്ട്, അക്കാര്യവും അവഗണിക്കാൻ പാടില്ല. അവരുടെ കുതിര ദൈസ്ബോറ പന്തയത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ്.
രജതകാന്തി മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും. അവരുടെ ശിക്ഷകൻ സിലാസ് ബ്രൗൺ തന്റെ കുതിരയുടെ മേൽ വളരെ വലിയ തുക പന്തയം കെട്ടിയിട്ടുണ്ട് പോലും. പാവം സ്ട്രക്കറോട് അയാൾ സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല. അയാളുടെ ലായം ഞങ്ങൾ പരിശോധിച്ചതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും കിട്ടിയില്ല. സിംസണ് മേപ്പിൾട്ടൺ ലായവുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടോ? ഒരു തെളിവുമില്ല. ഹോംസ് വണ്ടിയിൽ ചാരിയിരുന്നു. സംഭാഷണം അവസാനിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് വണ്ടി ഇഷ്ടിക കൊണ്ട് പണിത മേൽക്കൂരയുള്ള റോഡിലേക്കിറങ്ങിയ ഒരു ചെറിയ വീടിന് മുന്നിൽ നിന്നു. കുറെ ദൂരെ ഒരു പറമ്പിനപ്പുറം ഓടും മേഞ്ഞ നീണ്ട കുതിരാലയം കണ്ടു. മറ്റെല്ലാ ദിക്കുകളിലും കണ്ണെത്താ ദൂരം വരെ ചതുപ്പ് പ്രദേശം വ്യാപിച്ചു കിടന്നിരുന്നു. വാടിത്തുടങ്ങിയ പന്നച്ചെടികളുടെ തവിട്ടു നിറത്തിനിടയ്ക്ക് തവിസ്റ്റോക്കിലെ സ്തൂപങ്ങൾ ഉയർന്നു കാണാമായിരുന്നു. പടിഞ്ഞാറ് മാറി കാണപ്പെട്ട ഒരു പറ്റം കെട്ടിടങ്ങളിലായിരുന്നു മേപ്പിൾട്ടൺ ലായം. മറ്റെല്ലാവരും ചാടിയിറങ്ങിയിട്ടും ഹോംസ് അകലെ ആകാശത്തിൽ മിഴിനട്ട് ചിന്തയിൽ മുഴുകി വണ്ടിയിൽ തന്നെ ചാരിയിരുന്നതേ ഉള്ളൂ. ഞാൻ കൈകളിൽ തട്ടിയപ്പോഴാണ് അദ്ദേഹം ഞെട്ടി ഉണർന്നത്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ക്ഷമിക്കണം, ആശ്ചര്യപ്പെട്ട് തന്നെ നോക്കുന്ന കേണൽ റോസിനോട് അദ്ദേഹം പറഞ്ഞു. ഞാൻ ദിവാസ്വപ്നം കാണുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ തിളക്കവും ഉള്ളിലൊതുങ്ങാത്ത സ്തോഭവും കണ്ടപ്പോൾ ആ പ്രകൃതം ശരിക്കറിയാവുന്ന എനിക്ക് അദ്ദേഹം ഏതോ തുമ്പ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് തോന്നി. എവിടെ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. നേരെ പോയി സംഭവസ്ഥലം കാണുകയല്ലേ മിസ്റ്റർ ഹോംസ്? ഗ്രിഗറി ചോദിച്ചു. അല്ല, ഇവിടെ തന്നെ അല്പനേരം നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിശദമായി മനസ്സിലാക്കാനുണ്ട്. സ്ട്രക്കറെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്, മുകളിൽ കിടത്തിയിരിക്കുന്നു. ഇൻക്വസ്റ്റ് നാളെയാണ്. കേണൽ റോസ്, അയാൾ കുറേ നാളായില്ലേ നിങ്ങളുടെ ജോലിക്കാരനായിട്ട്? ഹോംസ് ചോദിച്ചു. അതെ, ഇന്നുവരെ ജോലിയിൽ ഒരു കുറവും കണ്ടിട്ടില്ല. മരണസമയത്ത് അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലേ ഇൻസ്പെക്ടർ? സാധനങ്ങളെല്ലാം താഴത്തെ മുറിയിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ താങ്കൾക്ക് പോയി നോക്കാം. വളരെ സന്തോഷം. ഞങ്ങളെല്ലാവരും മുറിക്കകത്ത് കയറി. മേശയ്ക്ക് ചുറ്റുമിരുന്നു. ഇൻസ്പെക്ടർ ചതുരാകൃതിയിലുള്ള ഒരു തകരപ്പെട്ടി തുറന്ന് മേശപ്പുറത്ത് കുടഞ്ഞിട്ടു. ഒരു തീപ്പെട്ടി, 2 ഇഞ്ച് നീളം വരുന്ന ഒരു മെഴുകുതിരി, പുകവലിക്കുന്നതിനുള്ള പൈപ്പ്, നീർനായത്തോലിൽ നിർമ്മിച്ച ചെറിയ സഞ്ചിക്കകത്ത് മുറിച്ചു വെച്ച കുറെ പുകയില, സ്വർണ്ണ ചെയിനുള്ള ഒരു വെള്ളി വാച്ച്, 5 പവന്റെ സ്വർണ്ണ നാണയങ്ങൾ, പെൻസിലിടുന്ന പെട്ടി, കുറച്ച് കടലാസുകൾ, ആനക്കൊമ്പിന്റെ പിടിയുള്ള മടക്കാനാവാത്ത വളരെ ലോലമായ ഒരു കത്തി. ഇത്രയും ഉണ്ടായിരുന്നു. കത്തിയുടെ തകിടിൽ വെയ്സ് ആൻഡ് കമ്പനി ലണ്ടൻ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു. ഇത് കയ്യിലെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ഹോംസ് പറഞ്ഞു. ഇത് വളരെ വിചിത്രമായ കത്തിയാണ്. ഇതിൽ രക്തം പുരണ്ട പാട് കാണുന്നു. മരിച്ചയാളിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തന്നെയാണല്ലേ ഇത്? വാട്സൺ, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ശാസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നതാണ്, ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നി. വളരെ നേർമയായ മൂർച്ചയുള്ള കത്തി, അതിസൂക്ഷ്മമായ പ്രവൃത്തികൾക്ക് യോജിച്ചത്. ദുർഘടമായ ഒരു യാത്രയിൽ മടക്കാനാവാത്ത ഈ കത്തി കൊണ്ടു നടന്നതും വിചിത്രം തന്നെ. ഇതിൻ്റെ അറ്റത്ത് ഒരു കോർക്ക് ഉറപ്പിച്ചിരുന്നു. അത് ശരീരം കിടന്നിടത്തു നിന്ന് തന്നെ കിട്ടി, ഇൻസ്പെക്ടർ പറഞ്ഞു. ഇത് ഡ്രസ്സിംഗ് ടേബിളിന് മുകളിൽ കിടന്നിരുന്നെന്നും മുറിയിൽ നിന്നിറങ്ങുമ്പോൾ എടുത്തുകൊണ്ട് പോയതാണെന്നും അയാളുടെ ഭാര്യ പറയുന്നു. ആയുധമെന്ന നിലയിൽ തീരെ അപര്യാപ്തം തന്നെ. പക്ഷേ പെട്ടെന്ന് കയ്യിൽ കിട്ടിയപ്പോൾ എടുത്തതാവാം. അങ്ങനെയാവാം. ഈ കടലാസുകൾ എന്തെല്ലാമാണ്? വൈക്കോൽ വാങ്ങിയതിൻ്റെ ബില്ലാണ്, 3 എണ്ണം. ഒന്ന് കേണൽ റോസിൻ്റെ ഒരു കത്ത്. ഇത് ഒരു സ്ത്രീയുടെ ഉടുപ്പ് തയ്പ്പിച്ച ബില്ലാണ്. 37 പവൻ 15 ഷില്ലിംഗ്. ബോൺ സ്ട്രീറ്റിലെ മാഡം ലെഷൂറിൽ വില്യം ഡെർബിഷെയർ എന്നയാൾക്ക് കൊടുത്തത്. ഡെർബിഷെയർ തൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്നേഹിതനാണെന്ന് മിസ്സിസ് ട്രെക്കർ പറയുന്നു. അവരുടെ പേർക്കുള്ള കത്തുകൾ ചിലപ്പോൾ ഇങ്ങോട്ടാണ് അയക്കാറുള്ളതത്രേ. മിസ്സിസ് ഡെർബിഷെയർ ആഡംബരപ്രിയയാണെന്ന് തോന്നുന്നു. ബില്ല് നോക്കിയിട്ട് ഹോംസ് പറഞ്ഞു. 37 പവൻ, ഒരു ഉടുപ്പിന് വളരെ കൂടുതൽ തന്നെ. ഇനി കൂടുതലൊന്നും മനസ്സിലാക്കാനില്ലെന്ന് തോന്നുന്നു. നമുക്ക് കൃത്യം നടന്ന സ്ഥലത്ത് പോയി നോക്കാം. ഞങ്ങൾ പുറത്തേക്കിറങ്ങുന്ന വഴി വരാന്തയിൽ കാത്തുനിന്ന ഒരു സ്ത്രീ ഒരു ചുവട് മുന്നോട്ട് വെച്ച് ഇൻസ്പെക്ടറുടെ കയ്യിൽ സ്പർശിച്ചു. വിലറി വശായിരുന്ന അവളുടെ മുഖത്ത്
അടുത്തു കഴിഞ്ഞ ഭയാനകമായ സംഭവത്തിന്റെ ശോകഛായ പടർന്നിരുന്നു. അവരെ കിട്ടിയോ? കണ്ടുപിടിച്ചോ? അവർ കിതച്ചു. ഇല്ല മിസ്സിസ് സ്ട്രെക്കർ, ഇതാ മിസ്റ്റർ ഹോംസ് ലണ്ടനിൽ നിന്ന് നമ്മെ സഹായിക്കാൻ എത്തിയതാണ്. അദ്ദേഹം കഴിവുള്ളതെല്ലാം ചെയ്യും. കുറച്ചുനാൾ മുമ്പ് പ്ലിമ്മത്തിലെ ഒരു ഉദ്യാന വിരുന്നിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ മിസ്സിസ് സ്ട്രൈക്കർ? ഹോംസ് ചോദിച്ചു. ഇല്ല സാർ, അങ്ങേക്ക് തെറ്റിപ്പോയി. ഒട്ടകപക്ഷിയുടെ തൂവലുകൾ തുന്നിപ്പിടിപ്പിച്ച ചാരനിറത്തിലുള്ള ഒരു സിൽക്ക് ഗൗൺ നിങ്ങൾ ധരിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഉടുപ്പില്ല സാർ, അവർ മറുപടി പറഞ്ഞു. ഓഹോ, എനിക്ക് തെറ്റിയത് തന്നെ. ക്ഷമ ചോദിച്ചുകൊണ്ട് ഹോംസ് ഇൻസ്പെക്ടറെ പിന്തുടർന്ന് പുറത്തിറങ്ങി. ചതുപ്പ് നിലത്തിന് കുറുകെ കുറച്ചു നടന്നപ്പോൾ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തെത്തി. ഒരു കിണ്ണത്തിന്റെ ആകൃതിയിൽ മദ്യം കുഴിഞ്ഞു താണ സ്ഥലമായിരുന്നു അത്. അതിന്റെ കരയിൽ മുൾച്ചെടികൾ വളർന്നു നിന്നിരുന്നു. അതിലൊന്നിലാണ് സ്ട്രെക്കറുടെ കോട്ട് തൂക്കിയിട്ടിരുന്നത്. കഴിഞ്ഞ രാത്രി കാറ്റില്ലായിരുന്നല്ലോ? ഹോംസ് ചോദിച്ചു. ഇല്ല, പക്ഷേ ശക്തമായ മഴയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഓവർകോട്ട് കാറ്റടിച്ച് അവിടെ വീണതായിരിക്കാൻ ഇടയില്ല. തൂക്കിയിട്ടത് തന്നെ. അതെ, ചെടിയിൽ തൂക്കിയിട്ടിരുന്നു. രസകരമായിരിക്കുന്നു. ഈ നിലം ചവിട്ടിക്കുഴച്ചിട്ടിരിക്കുന്നു. തിങ്കളാഴ്ച രാത്രി കഴിഞ്ഞിട്ടും പലരും ഇവിടെയൊക്കെ നടന്നിരിക്കാൻ ഇടയുണ്ട്. ഇല്ല, ഒരരികിൽ പായ വിരിച്ച് അതിൽ ചവിട്ടിയാണ് ഞങ്ങൾ നിന്നത്. അത് നന്നായി. ഈ സഞ്ചിയിൽ സ്ട്രെക്കർ ധരിച്ചിരുന്ന ഒരു ഷൂ, ഫിറ്റ്സ്റോയ് സിംസന്റെ ഒരു ഷൂ, രജതകാന്തിയുടെ ലാടം, ഇത്രയുമുണ്ട്. ഇൻസ്പെക്ടർ, നിങ്ങൾ അതിസമർത്ഥൻ തന്നെ. ഹോംസ് സഞ്ചി കയ്യിൽ വാങ്ങി താഴേക്കിറങ്ങി. പായ കുറെ കൂടി മധ്യഭാഗത്തേക്ക് നീട്ടിയിട്ടിട്ട് അതിൽ കുനിഞ്ഞിരുന്നു. ചവിട്ടി കുഴച്ചിട്ടിരുന്ന മണ്ണ് കുറെ നേരം പരിശോധിച്ചു. ഹലോ, ഇതെന്താണ്? അദ്ദേഹം പകുതി കത്തിയ ഒരു തീപ്പെട്ടിക്കോൾ കയ്യിലെടുത്തു. അതാകെ ചെളി പുരണ്ടിരുന്നു. ഞാനത് കാണാതെ പോയല്ലോ, ഇൻസ്പെക്ടർ ഖേദപൂർവ്വം പറഞ്ഞു. ഇത് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു. ഞാനത് തേടിയത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. എന്ത്? അതിവിടെ കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇൻസ്പെക്ടർ ചോദിച്ചു. കാണാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നി, ഹോംസ് പറഞ്ഞു. ഷൂ ഓരോന്നായി സഞ്ചിയിൽ നിന്നെടുത്ത് നിലത്തുള്ള അടയാളങ്ങളുമായി ഒത്തുനോക്കിയിട്ട് ഹോംസ് കരയ്ക്ക് കയറി. ചുറ്റും നിന്നിരുന്ന പന്നച്ചെടികളുടെയും മുൾച്ചെടികളുടെയും ഇടയിൽ നിരീക്ഷണം നടത്തി. ഇവിടെ വേറെ അടയാളങ്ങളൊന്നും ഞാൻ കണ്ടില്ല, ഇൻസ്പെക്ടർ പറഞ്ഞു. ഓരോ ദിക്കിലും 300 അടി ദൂരം വരെ ഞാൻ പരിശോധിച്ചതാണ്, അദ്ദേഹം വീണ്ടും പറഞ്ഞു. അങ്ങനെയോ? ഹോംസ് എണീറ്റു. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ വീണ്ടും ഞാൻ പരിശോധിക്കുന്നത് അധിക പ്രസംഗമാണ്. ഇരുട്ടുന്നതിന് മുമ്പ് ഈ തുറന്ന സ്ഥലത്തുകൂടി അല്പം നടക്കാൻ പോകുന്നു. നാളെ സ്ഥലം തിരിച്ചറിയണമല്ലോ. ഈ ലാടം ഭാഗ്യചിഹ്നമായി ഞാൻ പോക്കറ്റിൽ സൂക്ഷിക്കാം. എൻ്റെ സ്നേഹിതന്റെ നിശബ്ദതയും ഇങ്ങനെയുള്ള അന്വേഷണ രീതിയും കണ്ട് ക്ഷമ നശിച്ചു തുടങ്ങിയ കേണൽ റോസ് വാച്ചിൽ നോക്കി. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ? പല കാര്യങ്ങളിലും നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും മത്സരത്തിനുള്ള ലിസ്റ്റിൽ നിന്നും നമ്മുടെ രജതകാന്തിയുടെ പേര് നീക്കം ചെയ്യേണ്ടതല്ലേ എന്ന കാര്യത്തിലും. പാടില്ല, ഹോംസ് തറപ്പിച്ചു പറഞ്ഞു. ആ പേര് നീക്കം ചെയ്യേണ്ട കാര്യമില്ല. കേണൽ തലകുണിച്ചു. താങ്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കൾ നടന്നിട്ട് വരുമ്പോൾ ഞങ്ങൾ സ്ട്രെക്കറുടെ വീട്ടിലുണ്ടാവും. നമുക്കൊരുമിച്ച് തവിസ്റ്റോക്കിലേക്ക് പോവാം. അദ്ദേഹം ഇൻസ്പെക്ടറോടൊപ്പം പോയി. ഞാനും ഹോംസും തിരിഞ്ഞു നടന്നു. മേപ്പിൾ ടണ്ണിലെ കുതിലാലയത്തിന് പുറത്ത് സൂര്യൻ മറയാൻ തുടങ്ങുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള നീണ്ട ചെരിഞ്ഞ സമതല പ്രദേശം വാടിത്തുടങ്ങിയ പന്നച്ചെടികളിലും മുൾപടർപ്പുകളിലും അന്തിവയിൽ തട്ടി സ്വർണം മുരുക്കി ഒഴിച്ചതുപോലെ ശോഭിച്ചു. ഇടയ്ക്കിടെ കടും ചുവപ്പും തവിട്ട് നിറവും കലർന്ന് തിളങ്ങി നിന്നിരുന്നു. പക്ഷേ ഗാഢമായ ചിന്തയിൽ മുഴുകിയിരുന്ന എൻ്റെ സ്നേഹിതൻ പ്രകൃതിയുടെ ഈ മനോഹാരിതയിൽ ശ്രദ്ധിച്ചില്ല. ഇതിലേ വരൂ വാട്സൺ, അവസാനം അദ്ദേഹം പറഞ്ഞു. ജോൺ സ്ട്രെക്കറെ വധിച്ചതാരാണെന്നുള്ള ചോദ്യം തൽക്കാലത്തേക്ക് നമുക്ക് വിട്ടുകളയാം. കുതിരയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. ആ സംഭവത്തിനു ശേഷം അത് അവിടെ നിന്ന് ഓടിക്കളഞ്ഞെന്ന് കരുതിയാൽ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? കുതിര കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗമാണ്. അഴിച്ചുവിട്ടാൽ ഒന്നുകിൽ കിങ്സ് പൈലാൻഡിലേക്ക് തിരിച്ചു പോകും, അതല്ലെങ്കിൽ മേപ്പിൾട്ടൺ ലായത്തിൽ ചെന്നു ചേരും. ചതുപ്പ് നിലത്തിൽ അലഞ്ഞു നടക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ
ഇതിനിടയിൽ ആരെങ്കിലും അതിനെ കണ്ടിരിക്കും. ജിപ്സികൾ കുതിരയെ തട്ടിക്കൊണ്ടുപോകുമോ? കുഴപ്പമുണ്ടാകുന്നിടത്തൊന്നും ഇക്കൂട്ടർ തലയിടാറില്ല. സാധാരണ പോലീസ് ശല്യപ്പെടുത്തുന്നതും അവർക്കിഷ്ടമുള്ള കാര്യമല്ല. ഇത്തരം ഒരെണ്ണത്തിനെ വിറ്റുകളയാമെന്നും അവർ കരുതാനിടയില്ല. കുതിരയെ കൊണ്ടുപോയാൽ അവർക്ക് ലാഭമില്ലെന്ന് മാത്രമല്ല, അത് വലിയ അപകടമാണ് താനും. അതിൽ സംശയം വേണ്ട. അപ്പോൾ അതെവിടെ പോയി? കിങ്സ് ഐലൻഡിലോ മേപ്പിൾ ടണിലോ തന്നെ പോയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കിങ്സ് ഐലൻഡിൽ ഇല്ല, അതുകൊണ്ട് മേപ്പിൾ ടണിൽ ഉണ്ടാവണം. അങ്ങനെ സങ്കല്പിച്ച് നമുക്ക് അന്വേഷണം തുടങ്ങാം. ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ ഇവിടം ഉണങ്ങി കട്ട പിടിച്ച തറയാണ്. ഇതിലെയാണ് മേപ്പിൾ ടണിലേക്ക് പോകേണ്ടത്. അതാ അവിടെ അല്പം താണ നിലമാണ്. തിങ്കളാഴ്ച രാത്രി അവിടം നല്ലതുപോലെ നിറഞ്ഞിരിക്കും. നമ്മുടെ ഊഹം ശരിയാണെങ്കിൽ കുതിര അതിലെ കടന്നുപോയപ്പോൾ അവിടെ കുളമ്പടയാളം പതിഞ്ഞിരിക്കും. ഈ സംഭാഷണത്തിനിടയ്ക്ക് ഞങ്ങൾ അതിവേഗം നടക്കുകയായിരുന്നു. 2-3 മിനിറ്റ് കൊണ്ട് മുമ്പ് പറഞ്ഞ താണ നിലത്തിലെത്തി. ഹോംസ് പറഞ്ഞതനുസരിച്ച് ഞാൻ വലത്തേക്കരയിലും ഹോംസ് ഇടതുവശത്തു കൂടിയും നടന്നു. ഞാൻ 50 ചുവട് നടന്നില്ല. അതിനു മുമ്പേ ഹോംസിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹം എന്നെ കൈ കാട്ടി വിളിച്ചു. അവിടെ മാർദ്ദവമുള്ള മണ്ണിൽ കുതിര കുളമ്പടയാളം വ്യക്തമായി പതിഞ്ഞിരുന്നു. ഹോംസിന്റെ പോക്കറ്റിൽ കിടന്ന ലാടം ആ അടയാളവുമായി കൃത്യമായി യോജിച്ചിരുന്നു. ഭാവനാശക്തി കൊണ്ടുള്ള പ്രയോജനം കണ്ടോ? ഹോംസ് ചോദിച്ചു. ഗ്രിഗറിക്കില്ലാത്തത് ഇതൊന്നു മാത്രമാണ്. എന്ത് സംഭവിച്ചിരിക്കുമെന്ന് നാം ഭാവനയിൽ കണ്ടു. ആ സങ്കല്പത്തെ അടിസ്ഥാനമാക്കി അന്വേഷണം നടത്തി. സങ്കല്പം ശരിയാണെന്ന് തെളിഞ്ഞു. മുന്നോട്ടു പോകാം. വീണ്ടും ഉണങ്ങിയ പുൽമേട്ടിലൂടെ കുറെ ദൂരം ചെന്നപ്പോൾ കുളമ്പടയാളം കണ്ണിൽപ്പെട്ടു. പിന്നെയും അരമൈൽ ഉറച്ച തറയിലൂടെ നടന്നു. അത് കഴിഞ്ഞ് മേപ്പിൾ ടണിനടുത്തായി കുളമ്പടയാളം മാത്രമല്ല, സമീപത്തുകൂടി ഒരാൾ നടന്ന പാടുകളും കാണാനുണ്ട്. ഇവിടെ കുതിര തനിച്ചല്ല, ഞാൻ വിളിച്ചു പറഞ്ഞു. അതെ, നേരത്തെ തനിച്ചായിരുന്നു. ഇതെന്താണ്? 2 അടയാളങ്ങളും അവിടെ വെച്ച് നേരെ തിരിഞ്ഞു നടന്നതായി കണ്ടു. ഹോംസ് ചൂളമടിച്ചു. ഞങ്ങൾ അതിനെ പിന്തുടർന്ന് ഒരു വശത്തേക്ക് നോക്കിയപ്പോൾ കുറെ ചെന്നിട്ട് അവർ വീണ്ടും മേപ്പിൾ ടണിലേക്ക് തന്നെ വരുന്നതായി മനസ്സിലായി. ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹോംസ് പറഞ്ഞു, വാട്സൺ, ഒരു പോയിന്റ് നേടി. നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ ഈ വഴി അത്രയും നാം തിരിച്ചു നടക്കുമായിരുന്നു. മേപ്പിൾ ടണിലെ കുതിരാലയത്തിലേക്കുള്ള കീലിട്ട പാതയിൽ കുളമ്പടയാളങ്ങൾ അവസാനിച്ചു. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ ഒരു ജോലിക്കാരൻ ഓടി വന്നു. ഇവിടെയെങ്ങും ഇങ്ങനെ ചുറ്റി നടക്കാൻ പാടില്ല, അവൻ പറഞ്ഞു. ഒരു കാര്യം അറിയാനാണ്. ഹോംസ് കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ യജമാനൻ മിസ്റ്റർ സിലോസ് ബ്രൗണിനെ അതിരാവിലെ വന്നാൽ കാണാൻ പറ്റുമോ? നാളെ രാവിലെ 5 മണിക്ക് വന്നാൽ? തീർച്ചയായും. ഇവിടെ ആദ്യം ഉറക്കമെണീക്കുന്നത് അദ്ദേഹമാണ്. ഇതാ അദ്ദേഹം തന്നെ വരുന്നു. ചോദിച്ചോളൂ. വേണ്ട സാർ, പണമൊന്നും വേണ്ട. അത് കണ്ടാൽ അദ്ദേഹം വെച്ചേക്കില്ല. പിന്നെ വാങ്ങിച്ചോളാം. ഹോംസ് പുറത്തെടുത്ത അരപ്പവൻ നാണയം തിരിച്ച് പോക്കറ്റിൽ തന്നെ നിക്ഷേപിച്ചു. ഉഗ്രരൂപിയായ ഒരു വൃദ്ധൻ കയ്യിൽ ചാട്ടക്കമ്പും ചുഴറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നു. ദാസൻ, എന്താണിവിടെ? അയാൾ അലറി. വെടിപറച്ചിലൊന്നും ഇവിടെ വേണ്ട. പോയി നിന്റെ ജോലി നോക്ക്. നിങ്ങൾ എന്തിനിവിടെ വന്നു? ഞങ്ങളോട് അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. സർ, 10 മിനിറ്റ് താങ്കളോട് സംസാരിച്ചോട്ടെ? ഹോംസ് മധുരമായ സ്വരത്തിൽ അപേക്ഷിച്ചു. കണ്ട ആളുകളോടൊക്കെ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇവിടെ ചുറ്റി നടക്കേണ്ട നിങ്ങൾ വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ പട്ടിയെ അഴിച്ചുവിടും. ഹോംസ് മുന്നോട്ട് ചെന്ന് ആ അശ്വശിക്ഷകന്റെ കാതിൽ എന്തോ മന്ത്രിച്ചു. അയാൾ ഞെട്ടിത്തരിച്ചുപോയി. മുഖം ചുവന്നു തൊടുത്തു. അത് കള്ളം, പച്ചക്കള്ളം, അയാൾ അട്ടഹസിച്ചു. ശരി, നമുക്ക് അതിവിടെ വെച്ച് പരസ്യമായി തന്നെ ചർച്ച ചെയ്യണോ? നിങ്ങളുടെ മുറിയിൽ വെച്ച് രഹസ്യമായി സംസാരിക്കാമല്ലോ. എന്നാൽ അകത്തേക്ക് വരൂ. ഹോംസ് ഒന്ന് ചിരിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ വരാം വാട്സൺ. വരൂ മിസ്റ്റർ ബ്രൗൺ. 20 മിനിറ്റ് കഴിഞ്ഞു. ഹോംസും ശിക്ഷകനും മടങ്ങി വന്നപ്പോൾ ആകാശത്തിലെ ചുവപ്പ് നിറം മാറി ചാരനിറമായിരിക്കുന്നു. അപ്പോൾ സിലാസ് ബ്രൗണിന്റെ മുഖത്തിനും ഏതാണ്ടൊരു മാറ്റം. ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ ഇതെങ്ങനെ സംഭവിച്ചു? അയാളുടെ മുഖം വിളറിയിരുന്നു. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. വിറയ്ക്കുന്ന കയ്യിലിരുന്ന ചാട്ട കാറ്റിൽപ്പെട്ട വൃക്ഷശിഖരം പോലെ ചലിച്ചുകൊണ്ടിരുന്നു. അധികാരം, തൻ്റെ ഇടം എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു.
എൻ്റെ സ്നേഹിതന്റെ ചാരത്ത് യജമാനന്റെ കൂടെ നായ എന്ന പോലെ ഒതുങ്ങിക്കൂടി അയാൾ നിന്നു. അങ്ങ് പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം, അതുപോലെ ചെയ്യാം, അയാൾ പറഞ്ഞു. വിഡ്ഢിത്തമൊന്നും കാട്ടരുത്, ഹോംസ് അയാളെ നോക്കി പറഞ്ഞു. ആ കണ്ണുകളിലെ രൂക്ഷഭാവം കണ്ട് അയാൾ ചൂളിപ്പോയി. ഇല്ല, അങ്ങനെയൊന്നും പറ്റുകയില്ല, ഞാൻ തന്നെ അവിടെ വരാം. ആദ്യം അത് മാറ്റണോ, പിന്നീട് മതിയോ? ഹോംസ് തെല്ലു നേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, വേണ്ട, അത് വേണ്ട. എന്ത് വേണമെന്ന് ഞാൻ എഴുതി അറിയിക്കാം. സൂത്രങ്ങളൊന്നും പാടില്ല. അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം, അങ്ങേക്ക് എന്നെ വിശ്വസിക്കാം, അയാൾ വീണ്ടും പറഞ്ഞു. ആ, എന്നെനിക്ക് തോന്നുന്നു. ശരി, നാളെ ഞാൻ വിവരമറിയിക്കാം. അയാളുടെ നീട്ടിയ വിറയ്ക്കുന്ന കരത്തെ അവഗണിച്ച് ഹോംസ് തിരിഞ്ഞു നടന്നു. ഞങ്ങൾ കിങ്സ് പൈലാൻഡിലേക്ക് തിരിച്ചു. ധിക്കാരിയും ഭീരുവും നീചനുമൊക്കെ കൂടി ചേർന്നതാണ് ഈ സിലാസ് ബ്രൗൺ. അയാളെപ്പോലൊരുവനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നടക്കുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു, കുതിര അയാളുടെ പക്കൽ തന്നെയുണ്ട്. ആദ്യം എന്നെ വിരട്ടാൻ നോക്കി, പക്ഷേ അന്ന് വെളുപ്പാങ്കാലത്തെ അയാളുടെ പ്രവൃത്തികൾ ഓരോന്നും ഞാൻ വിവരിച്ചു കേട്ടപ്പോൾ ഞാനതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു എന്നാണ് അയാൾ ധരിച്ചിരുന്നത്. നമ്മൾ കണ്ട ആ കാലടിപ്പാടിൽ ചതുരത്തിലുള്ള മുൻഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അയാളുടെ ഷൂസ് അതേ ആകൃതിയിൽ തന്നെയാണ്. മാത്രമല്ല, മറ്റു കീഴ് ജോലിക്കാരും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ ധൈര്യപ്പെടുകയുമില്ല. പതിവ് പോലെ അയാൾ ഉണർന്ന് പുറത്തു വന്നപ്പോൾ കുതിര അലഞ്ഞു നടക്കുന്നത് കണ്ടതെങ്ങനെയെന്നും സമീപത്ത് ചെന്നപ്പോൾ രജതകാന്തി എന്ന പേരിന് കാരണമായ നെറ്റിയിലെ വെളുത്ത അടയാളം കണ്ട് തിരിച്ചറിഞ്ഞത് ഏതു വിധമാണെന്നും തൻ്റെ കുതിരയെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരെണ്ണം ഭാഗ്യവശാൽ വന്നു ചേർന്നപ്പോൾ ആദ്യം കിങ്സ് പൈലാൻഡിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് മത്സരം കഴിയുന്നതുവരെ ഒളിപ്പിച്ചു വെക്കാമെന്ന് തീരുമാനിച്ചത് എങ്ങനെയെന്നും ഒക്കെ ഞാൻ വിവരിച്ചപ്പോൾ അയാൾ പരാജയം സമ്മതിച്ചു. എങ്ങനെയെങ്കിലും തൻ്റെ അഭിമാനം രക്ഷിച്ചാലായി എന്നായി അവസാനം. പക്ഷേ ഹോംസ് അയാളുടെ കുതിരാലയം നേരത്തെ പോലീസ് പരിശോധിച്ച് എന്നാണല്ലോ പറഞ്ഞത്. അയാളെ പോലുള്ള പഴയ കുതിരക്കാരന് പല കൃത്രിമ മാർഗങ്ങളും അറിയാം, ഹോംസ് പറഞ്ഞു. ഇനിയും ആ കുതിര അയാളുടെ അധീനതയിലിരുന്നാൽ അയാൾ എന്തെങ്കിലും അപകടം കാണിച്ചാലോ? ഇല്ല വാട്സൺ, അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അയാൾ സൂക്ഷിക്കും. സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ചാൽ മാത്രമേ രക്ഷപ്പെടാനൊക്കൂ എന്നയാൾക്കറിയാം. ഏതായാലും കേണൽ റോസ് അയാളോട് ദയ കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഇക്കാര്യം കേണൽ റോസിന്റെ അധീനതയിലല്ല. ഞാൻ എൻ്റെ രീതി അനുസരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളിടത്തോളം മാത്രമേ പുറത്തു പറയൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്തത് കൊണ്ടുള്ള സൗകര്യമാണിത്. കേണലിന്റെ എന്നോടുള്ള പെരുമാറ്റം അല്പം അവഹേളനപരമായിരുന്നുവെന്ന് ഓർക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ ചെലവിൽ ഞാനും കുറച്ചു നേരം പോക്ക് കാണാൻ പോകുന്നു. കുതിരയെക്കുറിച്ച് അയാളോട് ഒന്നും പറയരുത് വാട്സൺ. നിങ്ങൾ താങ്കളുടെ അനുവാദം കൂടാതെ ഞാനൊന്നും പറയുകയില്ല, ഞാൻ മറുപടി പറഞ്ഞു. ജോൺ സ്ട്രെക്കറുടെ കൊലപാതകയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതെല്ലാം അപ്രധാനമാണ്. ഹോംസ്, താങ്കൾ ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല, ഇന്ന് രാത്രിയിലെ വണ്ടിയിൽ ലണ്ടനിലേക്ക് മടങ്ങണം. എൻ്റെ സ്നേഹിതന്റെ വാക്കുകേട്ട് ഞാൻ അമ്പരന്നു പോയി. ഡെൽവൺഷറിൽ വന്നിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. വിജയപ്രതീക്ഷയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. ശിക്ഷകന്റെ വീട്ടിലെത്തിയതുവരെ ഹോംസ് മൗനം ഭജിച്ചതേയുള്ളൂ. അവിടെ ഇൻസ്പെക്ടറും കേണലും ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാനും എൻ്റെ സ്നേഹിതനും ഇന്ന് രാത്രിയിലെ എക്സ്പ്രസ് ട്രെയിനിൽ മടങ്ങിപ്പോകുന്നു, ഹോംസ് പറഞ്ഞു. മനോഹരമായ ഡാർട്ട്മൂറിലെ ശുദ്ധവായു ഞങ്ങൾ ആസ്വദിച്ചു. ഇൻസ്പെക്ടർ ആകെ കണ്ണുമിഴിച്ചുപോയി. വെറുപ്പ് കൊണ്ട് കേണലിൻ്റെ ചുണ്ട് വക്രിച്ചു. അപ്പോൾ പാവം സ്ട്രേക്കറുടെ കൊലപാതകയെ പിടികൂടാൻ നിങ്ങൾക്ക് കഴിവില്ല അല്ലേ? ഹോംസ് തോൾ കുലുക്കിയിട്ട് പറഞ്ഞു. ചില പ്രധാന പ്രതിബന്ധങ്ങൾ നേരിട്ടിരിക്കുന്നു, എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഏതായാലും നിങ്ങളുടെ കുതിര ചൊവ്വാഴ്ച മത്സരത്തിൽ പങ്കെടുക്കും. കുതിരക്കാരനെ തയ്യാറാക്കി നിർത്തിയേക്കൂ. മിസ്റ്റർ ജോൺ സ്ട്രെക്കറുടെ ഒരു ഫോട്ടോ കിട്ടാനുണ്ടോ? ഇൻസ്പെക്ടർ ഒരു കവറിൽ നിന്നും ഫോട്ടോ എടുത്തു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട ഗ്രിഗറി, നിങ്ങൾ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിരിക്കുന്നു.
ഒരു മിനിറ്റ് ക്ഷമിക്കുമെങ്കിൽ ജോലിക്കാരോട് ഒരു വിവരം അന്വേഷിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരാം, ഹോംസ് പറഞ്ഞു. ലണ്ടനിൽ നിന്നുള്ള നിങ്ങളുടെ വിദഗ്ധൻ ഒട്ടും പോരാ. എൻ്റെ സുഹൃത്ത് ഉള്ളിലേക്ക് പോയപ്പോൾ കേണൽ റോസ് പച്ചയായി തന്നെ പറഞ്ഞു. കുതിരയെ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേണൽ തലകുലുക്കി. കുതിരയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഹോംസ് മടങ്ങി വന്നു. ശരി, നമുക്ക് താവിസ്റ്റോക്കിലേക്ക് പോവാം. വണ്ടിയിൽ കയറാൻ തുടങ്ങവേ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് നിന്ന ലായത്തിലെ ജോലിക്കാരൻ പയ്യന്റെ ചുമലിൽ തട്ടി ഹോംസ് ചോദിച്ചു, പറമ്പിൽ കുറെ ആടുകൾ നിൽക്കുന്നത് കണ്ടല്ലോ, ആരാണ് അവയെ മേയ്ക്കുന്നത്? ഞാനാണ് സാർ. അടുത്ത കാലത്ത് അവയിലേതെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതായി തോന്നിയിട്ടുണ്ടോ? കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ 3 എണ്ണം മുടന്തി നടക്കുന്നു. അത് കേട്ട് ഹോംസ് അതിയായി സന്തോഷിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. ചിരി അടക്കിക്കൊണ്ട് അദ്ദേഹം കൈകൾ കൂട്ടിത്തിരുമി. കുരുടന്റെ ഏറുപോലെയാണ് വാട്സൺ, വെറും ഭാഗ്യം. എൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. ഗ്രിഗറി, ആടിനുണ്ടാകുന്ന ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡ്രൈവർ, വണ്ടി വിട്ടോളൂ, ഹോംസ് വീണ്ടും പറഞ്ഞു. കേണൽ റോസിന്റെ മുഖത്ത് എൻ്റെ സ്നേഹിതന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് നേരത്തെ പ്രകടമായിരുന്ന അസംതൃപ്തി ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ആണെങ്കിൽ ഹോംസിന്റെ വാക്കുകളിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിച്ചു. അത് പ്രധാനമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇൻസ്പെക്ടർ വളരെ ഗൗരവത്തോടെ ഹോംസിനോട് ചോദിച്ചു. വളരെ പ്രധാനമാണ്, ഹോംസ് മറുപടി പറഞ്ഞു. മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതായുണ്ടോ? അന്ന് രാത്രിയിലത്തെ പട്ടിയുടെ പെരുമാറ്റം ഒന്ന് ശ്രദ്ധിക്കണം. പട്ടി രാത്രി ഒന്നും ചെയ്തില്ലല്ലോ. അതാണ് വിചിത്രമായി തോന്നുന്നത്, ഹോംസ് വീണ്ടും പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് ഞാനും ഹോംസും വിഞ്ചെസ്റ്ററിലേക്കുള്ള തീവണ്ടിയിൽ വെസെക്സ് കപ്പിനുള്ള കുതിരപ്പന്തയം കാണാൻ പുറപ്പെട്ടു. നേരത്തെ അറിയിച്ചതനുസരിച്ച് കേണൽ റോസ് സ്റ്റേഷന് പുറത്ത് ഞങ്ങളെ കാത്തു നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ തുറന്ന കുതിരവണ്ടിയിൽ ഞങ്ങൾ പന്തയം നടക്കുന്ന മൈതാനത്തിലേക്ക് പോയി. ഗൗരവം വിടാതെ തണുപ്പ മട്ടിലായിരുന്നു കേണലിന്റെ പെരുമാറ്റം. എന്റെ കുതിരയെ ഇതുവരെ കണ്ടില്ലല്ലോ, അയാൾ പറഞ്ഞു. അതിനെ കണ്ടാൽ താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ കരുതട്ടെ, ഹോംസ് ചോദിച്ചു. ദേഷ്യം കൊണ്ട് കേണലിന്റെ മുഖം ചുവന്നു. കഴിഞ്ഞ 20 കൊല്ലമായി ഞാൻ കുതിരകളെ വളർത്തുന്നു. ഇത്തരമൊരു ചോദ്യം ഇതുവരെ എന്നോടാരും ചോദിച്ചിട്ടില്ല. നെറ്റിയിലെ വെളുത്ത അടയാളവും മുൻകാലിലെ പുള്ളികളും കൊണ്ട് ഒരു കൊച്ചുകുട്ടി പോലും രജതകാന്തിയെ വേഗം തിരിച്ചറിയും. പന്തയത്തിന്റെ നിലവാരം എങ്ങനെയാണ്? ഹോംസ് വീണ്ടും ചോദിച്ചു. അതാണ് വിചിത്രം. ഇന്നലെ 15-ൽ 1 എന്ന നിരക്കിലായിരുന്നു. ഇപ്പോൾ അത് താഴെ വന്നു 3-ൽ 1 ആയിട്ടുണ്ട്. ആർക്കോ ചിലതൊക്കെ അറിയാം, ഹോംസ് പറഞ്ഞു. വണ്ടി ഗ്രാൻഡ് സ്റ്റാൻഡിനടുത്തെത്തി. മത്സര വിവരം കാണിക്കുന്ന കാർഡ് ഞാൻ വായിച്ചു നോക്കി. വെസെക്സ് പ്ലേറ്റ് 1-ാം സമ്മാനം 1000 പവൻ, 2-ാം സമ്മാനം 3000 പവൻ, 3-ാം സമ്മാനം 200 പവൻ. 4ഉം 5ഉം വയസ്സായ കുതിരകൾ മാത്രം. ദൂരം 1 മൈൽ 5 ഫർലോങ്. മത്സരിക്കുന്നവർ മിസ്റ്റർ ഹീത്ത് ന്യൂട്ടന്റെ കുതിര നീഗ്രോ, ചുവന്ന തൊപ്പി, മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള ജാക്കറ്റ്. കേണർ വാട്ട്ലായുടെ പ്യൂജിലിസ്റ്റ്, പാടല വർണ്ണ തൊപ്പി, നീലയും കറുപ്പും ജാക്കറ്റ്. കേണൽ റോസിന്റെ രജതകാന്തി, കറുത്ത തൊപ്പി, ചുവന്ന ജാക്കറ്റ്. ബാക്ക് വാട്ടർ പ്രഭുവിന്റെ ദസ്ബെറോ, മഞ്ഞത്തൊപ്പിയും കുപ്പായവും. ബാൽമൊറൻ ഡൂക്കിന്റെ ഐറിസ്, മഞ്ഞയും കറുപ്പും വരകൾ. സിംഗിൾ ഫോർട്ട് പ്രഭുവിന്റെ റാസ്പർ, കടും ചുവപ്പ് തൊപ്പി, കറുത്ത കുപ്പായം. ഞങ്ങൾ മറ്റേ കുതിരയെ പിൻവലിച്ചു, കേണൽ പറഞ്ഞു. നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ഒരെണ്ണത്തിൽ മാത്രം എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുകയാണ്. ഓ, അതാ നോക്കൂ, രജതകാന്തിയുടെ പേര് 1-ാം സ്ഥാനത്ത്. രജതകാന്തിക്ക് 5-ൽ 4, 5-ൽ 4. റിങ്ങിൽ നിന്ന് അറിയിപ്പ് കേട്ടു. ദസ്വറോ 15-ാമത്. അതാ എല്ലാം വന്നു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു. 6 എണ്ണമുണ്ട്. അപ്പോഴെന്റെ കുതിരയുമുണ്ട്, കേണൽ ആവേശം കൊണ്ടു. പക്ഷേ അതെവിടെ? എന്റെ കുതിരക്കാരന്റെ നിറം എവിടെ? ഇപ്പോൾ വരും. 5 എണ്ണം കടന്നുപോയി. അതാ 6-ാമതായി വരുന്നതായിരിക്കണം. ഞാൻ പറഞ്ഞു തീരുന്നതിനു മുമ്പ് ശക്തനായ ഊത നിറത്തിലുള്ള ഒരു കുതിര പാഞ്ഞു വന്നു. അതിന്റെ പുറത്തിരുന്നാൾ കേണലിന്റെ നിറമായ കറുത്ത തൊപ്പിയും ചുവന്ന കുപ്പായവും അണിഞ്ഞിരുന്നു.
അതെന്റെ കുതിരയല്ല, ഉടമസ്ഥൻ വിളിച്ചു പറഞ്ഞു. അതിന്റെ പുറത്ത് വെളുത്ത ഒരു രോമം പോലുമില്ല. നിങ്ങൾ എന്തു ചെയ്തു മിസ്റ്റർ ഹോംസ്? നിൽക്കൂ, അതിന്റെ പ്രകടനം എങ്ങനെയെന്ന് നോക്കാം, ഹോംസ് കൂസാതെ പറഞ്ഞു. എന്റെ ദൂരദർശിനി വാങ്ങി അദ്ദേഹം കുറച്ചു നേരം നോക്കി നിന്നു. ഒന്നാന്തരം ഉഗ്രമായ തുടക്കം. അതാ നോക്കൂ, വളവ് തിരിഞ്ഞു വരുന്നു. വണ്ടിയിലിരുന്ന് തന്നെ ഞങ്ങൾക്ക് ഭംഗിയായി എല്ലാം കാണാൻ കഴിഞ്ഞു. ഒരു പുതപ്പ് കൊണ്ട് മൂടത്തക്കവണ്ണം അത്ര അടുത്തടുത്താണ് 6 കുതിരകളും വന്നുകൊണ്ടിരുന്നത്. പകുതി ദൂരം വരെ മേപ്പിൾ ടണിലെ മഞ്ഞ നിറം മുമ്പിലായിരുന്നു. ഞങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് അതിനെ പിന്നിലാക്കി കേണലിന്റെ കുതിര കുതിച്ച് കയറി 1-ാം സ്ഥാനത്തായി. ബാൽമൊറാൽ ഡൂക്കിന് വെറും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഏതായാലും വിജയം എനിക്ക് തന്നെ. കേണൽ വാ പിളർന്നു നിന്നു. ഇതിന്റെ വാലും തലയുമൊന്നും പിടികിട്ടുന്നില്ലല്ലോ മിസ്റ്റർ ഹോംസ്. ഇനിയെങ്കിലും രഹസ്യം എന്താണെന്ന് പറഞ്ഞുകൂടെ? തീർച്ചയായും പറയാം കേണൽ, എല്ലാം പറയാം. നമുക്കൊന്നിച്ചു പോയി കുതിരയെ കാണാം. ഇതാ എത്തിയല്ലോ. ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിനടുത്ത് ഉടമസ്ഥന്മാർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും മാത്രം പ്രവേശനമുള്ള പ്രത്യേക സ്ഥലത്ത് ചെന്നു. ഈ കുതിരയുടെ മുഖവും കാലുകളും സ്പിരിറ്റ് കൊണ്ട് കഴുകിയാൽ മാത്രം മതി, പഴയ രജതകാന്തി പ്രത്യക്ഷപ്പെടും, ഹോംസ് പറഞ്ഞു. നിങ്ങൾ എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഒരു തട്ടിപ്പുകാരന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇവരെ കണ്ടെടുത്തത്. കിട്ടിയ ഉടനെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് തീരുമാനിച്ചു, ഹോംസ് വിശദീകരിച്ചു. പ്രിയപ്പെട്ട സാർ, താങ്കൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. കുതിരയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഇത്ര ഭംഗിയായി ഇതിനു മുമ്പ് ഓടിയിട്ടുമില്ല. താങ്കളുടെ കഴിവിനെക്കുറിച്ച് സംശയിച്ചതിൽ ഞാൻ 1000 തവണ മാപ്പ് ചോദിക്കുന്നു. എന്റെ കുതിരയെ വീണ്ടെടുത്തു തന്നത് വളരെ വലിയ ഉപകാരമായി. ഇനി സ്ട്രക്കറുടെ കൊലപാതകയെ കൂടി കണ്ടുപിടിച്ചാൽ അതിൽ പരം വലിയൊരു കാര്യമില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹോംസ് ശാന്തനായി പറഞ്ഞു. കേണലും ഞാനും മിഴിച്ചു നോക്കി. കണ്ടുപിടിച്ചോ? എവിടെയവൻ? ഇവിടെ തന്നെയുണ്ട്. ഇവിടെ എവിടെ? ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. കേണലിന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. മിസ്റ്റർ ഹോംസ്, ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകിൽ ഒരു വൃത്തികെട്ട നേരം പോക്ക്, അല്ലെങ്കിൽ ഒരു മര്യാദകേട്. ഷെർലക് ഹോംസ് ചിരിച്ചു. കേണൽ, കൊലപാതകവുമായി ഞാൻ നിങ്ങളെ ഒരിക്കലും ബന്ധപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിലുള്ള കുറ്റവാളി അതാ നിങ്ങളുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്നു. അദ്ദേഹം ഒരു വശത്തേക്ക് മാറി ആ പന്തയ കുതിരയുടെ മിനുമിനുപ്പാർന്ന കഴുത്തിൽ തട്ടി. കുതിരയോ? കേണലും ഞാനും ഒപ്പം നിലവിളിച്ചു പോയി. അതെ, ഈ കുതിര തന്നെ. ആത്മരക്ഷാർത്ഥമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അതിന്റെ പേരിലുള്ള കുറ്റം ലഘൂകരിക്കപ്പെടും. ജോൺ സ്ട്രക്കർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരുന്നില്ല. അതാ മണിയടിക്കുന്നു. അടുത്ത പന്തയത്തിന് ഞാനും ഒരു ടിക്കറ്റ് എടുക്കട്ടെ. ചെറിയൊരു സമ്മാനം കിട്ടിയാലോ? അന്ന് വൈകുന്നേരം ലണ്ടനിലേക്കുള്ള യാത്രാമധ്യേ ഒരു സ്ലീപ്പർ കോച്ചിന്റെ മൂലയിലിരുന്ന് ഞങ്ങൾ ഹോംസിന്റെ വിശദീകരണം ശ്രദ്ധിച്ചു കേട്ടു. തിങ്കളാഴ്ച രാത്രി ഡാർട്ട്മൂർ ലയത്തിൽ നടന്ന സംഭവങ്ങളുടെയും അതിന്റെ രഹസ്യം അനാവരണം ചെയ്യാൻ ഹോംസ് പ്രയോഗിച്ച മാർഗത്തിന്റെയും വിവരണം കേട്ടിരുന്ന് കേണൽ റോസും ഞാനും തീവണ്ടിയിൽ ബഹുദൂരം സഞ്ചരിച്ചത് അറിഞ്ഞില്ല. പത്ര റിപ്പോർട്ടുകളിൽ നിന്നും ഞാൻ ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങൾ മുഴുവൻ തെറ്റായിരുന്നെന്ന് ഞാൻ സമ്മതിക്കുന്നു, ഹോംസ് പറഞ്ഞു തുടങ്ങി. എങ്കിലും പ്രധാനപ്പെട്ട ചില സൂചനകൾ അവയിൽ ഒളിഞ്ഞു കിടന്നിരുന്നു. ഫിറ്റ്സ്റോയ് സിംസൺ തന്നെയാണ് പ്രതി എന്ന ബോധത്തോടെയാണ് ഞാൻ ഡെവൺഷെയറിൽ പോയത്. അയാൾക്കെതിരെയുള്ള തെളിവുകൾ അപൂർണമാണെന്ന് എനിക്കറിയാമായിരുന്നു. വണ്ടിയിലിരിക്കവേ ശിക്ഷകന്റെ വീടിനടുത്തെത്താറായപ്പോഴാണ് ഇറച്ചിക്കറിയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. നിങ്ങളെല്ലാം വണ്ടിയിൽ നിന്നിറങ്ങിയിട്ടും ഞാൻ ഇറങ്ങാതെ എന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത്ര വ്യക്തമായ ഒരു തെളിവ് ഞാൻ കാണാതെ പോയല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടുകയായിരുന്നു ഞാൻ അപ്പോൾ. അതിന് ഈ കേസുമായുള്ള ബന്ധമെന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല, കേണൽ പറഞ്ഞു. എൻ്റെ അനുമാനങ്ങളിലെ ആദ്യത്തെ കണ്ണിയായിരുന്നു അത്. പൊടിച്ച കറുപ്പ് ചുവയില്ലാത്തതല്ല, അതിൻ്റെ രുചി അറപ്പുണ്ടാക്കുന്നതല്ലെങ്കിലും തിരിച്ചറിയാൻ പ്രയാസമുള്ളതല്ല. ഏതെങ്കിലും സാധാരണ ഭക്ഷ്യസാധനങ്ങളിൽ കറുപ്പ് ചേർന്നാൽ വേഗം തിരിച്ചറിയാം, തിന്നാൻ അറയ്ക്കുകയും ചെയ്യും. കറിയാണ് രുചി പുറത്തറിയാതിരിക്കാൻ പറ്റിയ മാധ്യമം. അപരിചിതനായ ഫിറ്റ്സ്റോയ് സിംസൺ ശിക്ഷകന്റെ വീട്ടിൽ അന്ന് രാത്രി ഇറച്ചിക്കറിയാണുള്ളതെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് കറുപ്പുമായി വന്നു എന്ന് കരുതുക സാഹസമായിരിക്കും. അങ്ങനെ കരുതാൻ വയ്യ. അതുകൊണ്ട് സിംസണെ കേസിൽ നിന്ന് ഒഴിവാക്കാം.
ഇനി ഇറച്ചിക്കറിയെക്കുറിച്ച് അറിവുള്ളത് സ്ട്രക്കറും ഭാര്യയുമാണ്. കാവൽക്കാരൻ പയ്യനുള്ള കറിയിൽ മാത്രമേ കറുപ്പ് ചേർത്തിരുന്നുള്ളൂ. അതേ കറി ഭക്ഷിച്ച മറ്റുള്ളവർക്കാർക്കും അസുഖമുണ്ടായില്ലല്ലോ. ജോലിക്കാരി കാണാതെ കറുപ്പ് കലർത്തിയാൽ ആർക്കാണ് അവസരം ലഭിച്ചത്? ഈ ചോദ്യത്തിനുത്തരം കാണുന്നതിന് മുമ്പായി പട്ടിയുടെ നിശബ്ദത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിംസൺ സംഭവത്തിൽ നിന്നും ലായത്തിൽ ഒരു പട്ടി ഉണ്ടായിരുന്നെന്നും ആരോ അകത്തു കടന്ന് കുതിരയെ അഴിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടും അത് കുരച്ച് മുകളിൽ ഉറങ്ങിക്കിടന്നവരെ ഉണർത്തിയില്ലെന്നും എനിക്ക് വ്യക്തമായി മനസ്സിലായി. അർദ്ധരാത്രിയിലെ നമ്മുടെ സന്ദർശകൻ പട്ടിക്ക് നല്ല പരിചയമുള്ളവനായിരിക്കണം. രാത്രിയുടെ നിശബ്ദതയിൽ ജോൺ സ്ട്രക്കർ ലായത്തിൽ ചെന്ന് രജതകാന്തിയെ പുറത്തു കൊണ്ടുവന്നു എന്ന് ഞാൻ തീർച്ചയാക്കി. അഥവാ ഏതാണ്ട് അങ്ങനെയും ഒരു അനുമാനത്തിലെത്തി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം? സതുദ്ദേശമൊന്നും ആയിരിക്കില്ല എന്ന് തീർച്ച. അങ്ങനെയാണെങ്കിൽ സ്വന്തം കാവൽക്കാരനെ മരുന്ന് കൊടുത്ത് മയക്കുമോ? എങ്കിലും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ശിക്ഷകൻ തന്നെ സ്വന്തം കുതിരയ്ക്കെതിരെ ചതിപ്രയോഗം നടത്തി മത്സരം ജയിക്കാതാക്കി വൻ തുകകൾ തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ മത്സരത്തിൽ കുതിരയെ ഓടിക്കുന്നവരെയായിരിക്കും ചാക്കിട്ട് പിടിക്കുന്നത്. വളരെ തന്ത്രപരവും സുനിശ്ചിതവുമായ ചില മാർഗങ്ങളുമുണ്ട്. അത് വല്ലതും ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ടോ? അയാളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ വസ്തുക്കളിൽ വല്ല തെളിവും കണ്ടേക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവസാനം എനിക്ക് തെളിവ് കിട്ടി. കൊല്ലപ്പെട്ടയാളിന്റെ കയ്യിലിരുന്ന വിചിത്രമായ കത്തിയുടെ കാര്യം മറന്നിട്ടില്ലല്ലോ. ബോധമുള്ളവരാരും കൊണ്ടു നടക്കാത്ത ഒരായുധം. ഡോക്ടർ വാട്സൺ പറഞ്ഞതുപോലെ അതിസൂക്ഷ്മമായ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അന്നു രാത്രി ഏതോ ഓപ്പറേഷൻ നടക്കാനിരിക്കുന്നു. കുതിരയുടെ തുടയിൽ തൊലിക്ക് തൊട്ടു താഴെ മാംസപേശിയിൽ ചെറിയൊരു കീറലുണ്ടാക്കിയാൽ മുറിവ് പുറത്തേക്ക് കാണുകയില്ലെന്ന് കുതിരകളുമായി വളരെ കാലത്തെ പരിചയമുള്ള കേണൽ റോസ് അങ്ങേക്കറിയാമല്ലോ. അങ്ങനെ ചെയ്താൽ കുതിരയ്ക്ക് ചെറിയൊരു മുടന്തുണ്ടാകും. വാദമോ വ്യായാമത്തിൽ പറ്റിയ തകരാറോ ആണെന്ന് കരുതുകയും ചെയ്യും. അട്ടിമറിയാണെന്ന് ആരും ഊഹിക്കുക പോലുമില്ല. തെമ്മാടി, വഞ്ചകൻ! കേണൽ ആക്രോശിച്ചു. ജോൺ സ്ട്രൈക്കർ കുതിരയെ അകലെ കൊണ്ടുപോയതെന്തിനാണെന്ന് അറിയാമോ? ഇത്രയും ഊർജ്ജസ്വലനായ ഒരു മൃഗം കത്തി പുറത്തു കൊള്ളുമ്പോൾ ബഹളമുണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉണർത്താതിരിക്കില്ല. അതുകൊണ്ട് തുറസായ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് സുരക്ഷിതം. ഞാനൊരു ബുദ്ധിശൂന്യൻ തന്നെ, കേണൽ വിലപിച്ചു. അതിനാണ് അയാൾ തീപ്പെട്ടി ഉരച്ച് മെഴുകുതിരി കത്തിച്ചത്. സംശയമില്ല, അയാളുടെ സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ കുറ്റം ചെയ്ത രീതി മാത്രമല്ല, അതിന് പ്രേരകമായ വസ്തുതകൾ കൂടി ഭാഗ്യവശാൽ ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരുടെ ബില്ലുകൾ നമ്മൾ പോക്കറ്റിലിട്ട് നടക്കുന്നത് സ്വാഭാവികമല്ലെന്ന് അറിയാമല്ലോ. നമ്മുടെ സ്വന്തം കണക്കുകൾ തന്നെ ഒരുപാടുള്ളപ്പോൾ അന്യൻ്റേതു കൂടി ഭാരം ചുമക്കുന്നതെന്തിന്? സ്ട്രൈക്കർക്ക് ഇരട്ട മുഖമുണ്ടെന്നും 2 കുടുംബം പുലർത്തുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. ഒരു സ്ത്രീ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബില്ല് കണ്ടപ്പോൾ തെളിഞ്ഞു. വളരെ ആഡംബരപ്രിയയായ ഒരു സ്ത്രീ. നിങ്ങൾ എത്ര തന്നെ ഉദാരമതിയായാലും നിങ്ങളുടെ ജോലിക്കാരന് ഭാര്യയ്ക്ക് വേണ്ടി 37 പവന്റെ ഡ്രസ്സ് വാങ്ങാൻ സാധിക്കുകയില്ല തന്നെ. മിസ്സിസ് സ്ട്രൈക്കറോട് അവരറിയാതെ തന്നെ ആ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവരുടെ കയ്യിൽ അത് എത്തിച്ചേർന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെ വസ്ത്രനിർമ്മാതാവിന്റെ മേൽവിലാസം മനസ്സിലാക്കി. സ്ട്രൈക്കറുടെ ഫോട്ടോയുമായി അവരെ സമീപിച്ചാൽ ഡെർബിഷെയർ എന്ന സാങ്കല്പിക കഥാപാത്രം ആരെന്നറിയാമെന്ന് ഞാൻ ഊഹിച്ചു. മറ്റെല്ലാ കാര്യങ്ങളും പകൽ പോലെ സ്പഷ്ടമാണ്. സ്ട്രൈക്കർ വെളിച്ചം പുറത്തു കാണാത്ത ഒരു താണ നിലത്തേക്ക് കുതിരയെ നയിച്ചു. സിംസൺ ഓടിപ്പോയപ്പോൾ നിലത്ത് വീണ മഫ്ലെയർ സ്ട്രൈക്കർക്ക് കിട്ടി. കുതിരയുടെ കാല് കെട്ടാൻ ഉപയോഗിക്കാമെന്ന് കരുതി അയാൾ അത് കയ്യിലെടുത്തിരിക്കും. ഉദിഷ്ട സ്ഥാനത്ത് ചെന്ന് കുതിരയുടെ പിന്നിൽ നിന്ന് അയാൾ മെഴുകുതിരി കത്തിച്ചു. പെട്ടെന്ന് പ്രകാശം തട്ടിയപ്പോൾ മൃഗം ഭയപ്പെട്ടു. കൂടാതെ അപകടം മണത്തറിയാൻ മൃഗങ്ങൾക്ക് പ്രത്യേക കഴിവുമുണ്ട്. അത് പിൻകാലുകൊണ്ട് സ്ട്രൈക്കറെ ചവിട്ടി. ലാടം തറച്ച കാലുകൾ കൊണ്ടുള്ള ഊക്കേറിയ അടിയേറ്റ് സ്ട്രൈക്കർ നിലം പതിച്ചു. മഴയുണ്ടായിരുന്നെങ്കിലും ജോലി ചെയ്യാനുള്ള സൗകര്യം കരുതി അയാൾ കോട്ട് ഊരിയിരുന്നു. അതുകൊണ്ട് വീണപ്പോൾ കത്തി തുടയിൽ തുളച്ചു കയറി. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ? അത്ഭുതകരം, കേണൽ പറഞ്ഞു. താങ്കൾ ദൃക്സാക്ഷിയായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ അവസാനത്തെ പ്രയോഗം വെറും പരീക്ഷണം മാത്രമായിരുന്നു.
സ്ട്രൈക്കറെ പോലെ കൂർമ്മബുദ്ധിയായ ഒരാൾ ഞരമ്പിന്മേലുള്ള അതിസൂക്ഷ്മമായ ഓപ്പറേഷൻ അല്പമെങ്കിലും പരിശീലനം കൂടാതെ ചെയ്യുമെന്ന് കരുതാൻ നിർവാഹമില്ലായിരുന്നു. ഏത് വിധത്തിലാണ് അയാൾ പരിശീലനം നേടുക? ആടുകളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എൻ്റെ ഊഹം ശരിയാണെന്ന് തെളിയിച്ചു. ലണ്ടനിലെ വസ്ത്രവ്യാപാരിയെ കണ്ട് സ്ട്രൈക്കറുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഡെർബിഷർ എന്ന പേരുള്ള അയാൾ ഒരു നല്ല ഇടപാടുകാരനാണെന്നും അയാൾക്ക് വില കൂടിയ വസ്ത്രങ്ങളോട് ഭ്രമമുള്ള സുന്ദരിയായ ഭാര്യയുണ്ടെന്നും അവർ പറഞ്ഞു. ആ സ്ത്രീ ആയിരിക്കാം അയാളെ മൂക്കറ്റം കടത്തിലാഴ്ത്തിയത്. തന്മൂലം അപകടകരമായ ഈ പദ്ധതി അയാൾക്ക് ആസൂത്രണം ചെയ്യേണ്ടി വന്നു. താങ്കൾ ഒന്നൊഴിച്ച് മറ്റെല്ലാം വിശദമാക്കി, കേണൽ പറഞ്ഞു. കുതിര എവിടെയായിരുന്നു? ഓ, അത് ഓടിപ്പോയി. നിങ്ങളുടെ ഒരയൽക്കാരൻ അതിനെ സൂക്ഷിച്ചു വളർത്തി. അയാൾക്ക് മാപ്പ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ക്ലാംഫാം ജംഗ്ഷനായി 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വിക്ടോറിയയിലെത്തും. കേണൽ, താങ്കൾ എൻ്റെ മുറിയിൽ വന്നാൽ ഒന്ന് പുകച്ചു വലിച്ചിട്ട് പോകാം. താങ്കൾക്ക് താല്പര്യമുള്ള മറ്റേത് കാര്യവും ചോദിച്ചോളൂ. പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. അവസാനിച്ചു.